ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലാലി. ഞാൻ കൊല്ലം നല്ലായിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പിട്ട് ഒരു ക്രിസ്ത്യാനി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. സത്യക്രിസ്ത്യാനി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. വിശ്വാസിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. ഒരു സത്യവിശ്വാസി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാനിവിടെ വരുന്നത് ഒരു ലെറ്ററും പ്രകാരമാണ് വരുന്നത്. എനിക്ക് അടിവയറിന് വേദനയും അതിശക്തമായ ബ്ലീഡിങ്, ഏതാണ്ട് 25 ഡേയ്സ് വരെ ബ്ലീഡിങ് ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്ക് ഓവറിയിൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്ന് പറയുന്നത് അല്പം പേടിക്കേണ്ടുന്ന സിസ്റ്റമാണ്. അതെന്നാൽ സ്പ്രെഡാണ്. അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് CA 125 ചെയ്യണം, MRI ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് വളരെയധികം ഭയപ്പെട്ടു. ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിൽ വരെ ഞാനായി. അങ്ങനെ ഞാൻ വേറൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേ അത് തന്നെ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. കൊല്ലം പള്ളി, വേളാങ്കണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് ഇവിടുന്ന് ഒരു മറുപടി കിട്ടണം, മറുപടി കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. എനിക്ക് ഇവിടുത്തെ കൃപാസനം അമ്മയെ പറ്റിയോ കൃപാസനം പത്രത്തെ പറ്റിയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അവിടുന്ന് ആദ്യമായിട്ട് കൃപാസനത്തിലൊരു പത്രം കിട്ടി. ഞാൻ ഈ പത്രമായിട്ട് വീട്ടിൽ ചെന്നു ഫസ്റ്റ് പേജ് തുറന്നു. സെക്കൻഡ് പേജ് തുറന്നപ്പോൾ അതിലൊരു വെള്ള പേപ്പറിൽ എഴുതിയിരിക്കുന്നു, ഒരു പ്രാർത്ഥന എഴുതിയിരിക്കുന്നു. എന്നിട്ട് അവസാനം അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീ ധൈര്യമായി കൃപാസനത്തിലേക്ക് ചെല്ലുക എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ഞാൻ 2-3 പേരോട് ചോദിച്ചു, ഈ കൃപാസനം പള്ളി എന്ന് പറഞ്ഞാൽ അത് ശക്തമായ പള്ളിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു സെയിൽസ് ഗേളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ആന്ന് മോളെ അത് നല്ലൊരു പള്ളിയാണ്, ചിലപ്പോൾ നിനക്ക് അമ്മ മാതാവായിട്ട് ദൂതൻ മുഖേന തന്നെയായിരിക്കും, അല്ലാതെ പള്ളിയിൽ ഒരു ലെറ്ററും പത്രത്തിൽ വെക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജൂൺ 12 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ദിവസേന പ്രാർത്ഥിക്കും. വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ പൊഴിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഓപ്പറേഷൻ ചെയ്യരുതെന്ന് പറഞ്ഞു. അവസാനം ഞാൻ വേറൊരു ഡോക്ടറെ, വിക്ടോറിയ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് 3 ഡോക്ടർമാർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, എനിക്കിങ്ങനെ പ്രശ്നമുള്ളൊരു മുഴയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇത് സ്പ്രെഡ് മുഴയാണെന്നാണ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനാണ് പറയുന്നത്. ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറുപടി തരണേന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അമ്മ മാതാവ് പറയുന്ന പോലെ എനിക്ക് തോന്നി, മോളെ വിഷമിക്കേണ്ട, 6 മാസം വരെ നമുക്കിതിന് സമയം കൊടുക്കാം, ഈ മുഴ വളരുവാണെങ്കിൽ നമുക്ക് എടുക്കാം, എന്തായാലും ഇത് എടുത്തേ പറ്റത്തുള്ളൂ, വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് 6 മാസം വരെ വെയിറ്റ് ചെയ്യാം, മുഴ വളരുവാണെങ്കിൽ നമുക്കിത് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ 6 മാസത്തിനിടയ്ക്ക് വെച്ചിട്ട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാം, അമ്മേന് ഭയമാണ്, ഓപ്പറേഷൻ ഭയമാണ്, ഇത് ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി തരണേന്ന് പറഞ്ഞു. ആദ്യത്തെ 3 മാസം 90 ദിവസം ഞാൻ ഉടമ്പടിയിൽ നിൽക്കി തന്നെ എനിക്ക് യാതൊരു മാറ്റവും കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു. ഞാൻ അത് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്കൊരു യാതൊരു മാറ്റവും കണ്ടില്ല. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസം ഞാനിവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. നവംബർ മാസം രാത്രിയിൽ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അമ്മ എന്താണ് എനിക്കൊരു മറുപടി തരാത്ത, എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? കാരണം ഞാനൊരു അത്രയും ഒരവസ്ഥയിലായിരുന്നു. എന്നോട് ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു മൈൻഡ് എൻ്റെ മുന്നിൽ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമോ, ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുന്നു, എൻ്റെ അടിവയറ്റിൽ നിന്ന് ഒരു മുഴ ഇങ്ങനെ പുറത്ത് ഉരുണ്ട് പോയിട്ട് ഒരു കുപ്പിയിൽ വീഴുന്നതായിട്ട് കണ്ട്. പക്ഷെ ഞാനിത് 2 പേരോടെ പറഞ്ഞോളായിരുന്നു, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇതുപോലെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട്. അപ്പം പറഞ്ഞു, നീ പെട്ടെന്ന് പോയി സ്കാൻ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഡോക്ടർ എന്നോട് 6 മാസത്തെ സമയമാണ് പറഞ്ഞേക്കുന്നത്, ഞാൻ അല്ലാതെ സ്കാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തൊണ്ടയിൽ പ്രശ്നങ്ങൾ വന്നു. തൊണ്ടയിൽ തൈറോയ്ഡ് കൂടി ഡോക്ടർ എനിക്ക് തൊണ്ടയിൽ അടഞ്ഞിരിക്കുന്നതാണൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ഈ ജനുവരി മാസം ഞാൻ പോയി തൊണ്ടയുടെ സ്കാൻ ചെയ്യാൻ പോയ കൂട്ടത്തിൽ എന്നെ സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെയാണ് തൊണ്ടയുടെ സ്കാൻ ചെയ്ത്. അപ്പം ഞാൻ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എൻ്റെ പഴയ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ഒന്ന് ജസ്റ്റ് അബ്ഡോമിൻ്റെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പഴയ റിപ്പോർട്ട് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ റിപ്പോർട്ട് കാണിക്കുമ്പോൾ ഡോക്ടർ ഇതിപ്പോൾ 6-7 മാസമായില്ലേ, മുഴ വളർന്നു കാണത്തില്ലേ, ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ട ഡേറ്റ് ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കാണാം ഞാൻ ഡോക്ടർ സ്കാൻ ചെയ്ത ഉടനെ ഡോക്ടർ എന്നോട് പറയുന്നു, മോളെ മുഴ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ മുഴയില്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മുഴയില്ല, എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞു വേണ്ട. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇത് അത്ഭുതമാണ്, കാരണം എന്ന് പറഞ്ഞാൽ തെർമോൾ സിസ്റ്റാന്ന് പറഞ്ഞു, കാരണം ഒരിക്കലും ഇത് വറ്റിപ്പോവാനോ ഓപ്പറേഷനിലൂടെ മാത്രമേ മാറത്തുള്ളൂ
വള്ളത്തോളം എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിനെയാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റി തന്നത്. ഇതിൻ്റെ കൂടത്ത് എനിക്ക് ഇടയ്ക്ക് വെച്ചു പനി വന്നു, ഭയങ്കരമായിട്ട് പനി വന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കാശ് രൂപ എടുത്ത്, എനിക്ക് വലിയ മാലയില്ലാത്തതുകൊണ്ട് ഞാൻ ഉടുപ്പി കുത്തി വെക്കുമായിരുന്നു. അപ്പോഴും ഇടയ്ക്ക് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതുകൊണ്ട് ഞാൻ വീട്ടിൽ വെച്ച്, അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപ ഇല്ലായിരുന്നു. കാശ് രൂപ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഈ ഇവിടുത്തെ കൃപാസനത്തെ പറ്റി പറഞ്ഞു തന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് കാശ് രൂപ ഇല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോകണം, അവിടെ നിന്ന് ഒരു കാശ് രൂപം കിട്ടിയേ പറ്റത്തുള്ളൂ, കാരണം എനിക്കതില്ല, എൻ്റെ ശരീരത്തിൽ ഇല്ലാതെ വരുമ്പോൾ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ തോന്നുന്നു. ഞാൻ ഉടമ്പടി എടുത്ത കാശ് രൂപ എവിടെയെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോയാൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് 7 മണിയായപ്പോഴാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ മുമ്പോട്ട് ഒരു 3-4 പടി അങ്ങോട്ട് നടന്നതും തറയിൽ അതായത് രാത്രി സമയത്ത് തറയിൽ വജ്രം തിളങ്ങുന്ന മാതിരി ഒരു തിളക്കം ഞാൻ കണ്ടു. എന്നിട്ട് ഞാനിത് മൈൻഡ് ചെയ്ത് മുമ്പോട്ട് നടന്നപ്പം വീണ്ടും എൻ്റെ അടുത്ത് പറയുന്ന തിരിഞ്ഞു പോ എന്ന് പറഞ്ഞ് ഞാനത് എടുത്ത സമയത്ത് എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. ഞാൻ എന്താണോ രാവിലെ ആ ചേച്ചിയോട് പറഞ്ഞത് ആ സാധനം എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവിടെ കൊണ്ടു തന്ന് ഞാൻ അങ്ങനെ ഒക്ടോബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് അന്ന് മുതൽ ഞാൻ ആ കാശ് രൂപ എൻ്റെ കഴുത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പം കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ പത്രങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം എല്ലാവരോടും ഞാൻ ചോദിക്കും, നിങ്ങൾക്കിത് വേണോ എന്ന് ചോദിച്ച് നിങ്ങളിത് വായിക്കുമോ എന്ന് ചോദിക്കും. ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാനിത് കൊടുക്കാറുള്ളൂ. എന്നിട്ട് കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്. വൃദ്ധസദനത്തിൽ പോയി ഞാൻ അവർക്ക് പിന്നെ ഒരു നേരത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണമല്ല, വൈകുന്നേരത്തുള്ള സ്നാക്സിൻ്റെ ഇതുകളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ 2ാം ജന്മമാണ് എനിക്കിവിടെ തന്നത്. എന്നുവെച്ചാൽ ആ ഒരു മരണഭയം എന്നിലുണ്ടായിരുന്നു. ഡോക്ടർമാർ 2-3 ഡോക്ടർമാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മരണഭയം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ റിക്കവറായി ഇവിടെ വന്ന് എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട്, എന്ത് പ്രതിസന്ധികൾ വന്നാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. 2 രാജാക്കന്മാർ 20:5 ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ലാലിമോൾ എന്ന ഈ സഹോദരി ഒവേറിയൻ സിസ്റ്റമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണ സഹായത്താൽ മകളുടെ വിശ്വസ്തതയുള്ള ഉടമ്പടി ജീവിതത്തിൻ്റെ ഫലമായി ആ സിസ്റ്റം പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് പുറത്താവുകയും യാതൊരു രോഗാവസ്ഥയും ഇല്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ് ഈ അൾത്താരയിൽ മകൾ ഏറ്റുപറയുന്നത്. മകൾക്ക് ലഭിച്ച അത്ഭുതകരമായ ഈ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. നമ്മുടെ രോഗദുരിതങ്ങളെ, ജീവിതക്ലേശങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും കൂടുതൽ വിശ്വസ്തയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.